ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ നടക്കുന്ന സംസ്ഥാന ഡിജിപിമാരുടെയും ഐജിമാരുടെയും വാർഷിക പോലീസ് സമ്മേളനം ഇന്ന് സമാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. ഫെഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് പുതുച്ചേരി തീരം കടന്നു. റോഡ്, റെയിൽ, വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. കാര്യമായ നാശനഷ്ടമില്ലെന്ന് റിപ്പോർട്ട്. യുവജനങ്ങൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ലക്ഷ്യമിട്ട് വ്യാവസായിക ആവശ്യകത കണക്കിലെടുത്തുള്ള വിദ്യാഭ്യാസമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. ദിനാചരണം മധ്യപ്രദേശിലെ ഇൻഡോറിൽ കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം സൌത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ആളപായമില്ല. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന സെയ്ദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ പി.വി. സിന്ധുവും ലക്ഷ്യ സെന്നും ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഒഡീഷയിൽ നടക്കുന്ന വാർഷിക അഖിലേന്ത്യാ പോലീസ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. തുടർച്ചയായ രണ്ടാം ദിവസമാണ് പ്രധാനമന്ത്രി പോലീസ് മേധാവികളുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം ഇന്ന് സമാപിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആശയവിനിമയം നടക്കും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ, തീരസുരക്ഷ, സൈബർ കുറ്റങ്ങൾ, നക്സൽ പ്രശ്നം, AI, ഡ്രോൺ ഭീഷണി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഫെഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് പുതുച്ചേരി പ്രദേശത്ത് കാരയ്ക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ കഴിഞ്ഞ രാത്രി തീരം കടന്നു. മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വരെ വേഗതയിൽ രാത്രി 10:30-നും 11:30-നും ഇടയിലാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. ഇത് തെക്ക് പടിഞ്ഞാറോട്ട് നീങ്ങി ദുർബലപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ വടക്കൻ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. വിമാനത്താവളം അടച്ചിട്ടു. ചെന്നൈ നഗരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളം കയറി. വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പുതുച്ചേരിയിലും ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും റോഡ്, റെയിൽ, വിമാന ഗതാഗതത്തെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുവജനങ്ങൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ലക്ഷ്യമിട്ട് വ്യാവസായിക ആവശ്യകത കണക്കിലെടുത്തുള്ള വിദ്യാഭ്യാസമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഗുജറാത്തിലെ വഡോദരയിൽ ഗതിശക്തി വിശ്വവിദ്യാലയത്തിന്റെ രണ്ടാമത് ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ ഈ സർവകലാശാല രാജ്യത്തെ ആദ്യ 10 ഉന്നത സർവകലാശാലകളിൽ ഒന്നാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. രാജ്യത്തെ ആദ്യ ലോജിസ്റ്റിക്സ് സർവകലാശാലയാണിത്. അർദ്ധചാലകം, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലും വ്യവസായത്തിനനുസൃതമായി മനുഷ്യ വിഭവശേഷി സർവകലാശാല സൃഷ്ടിക്കുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. विश्वविद्यालय को एक वर्ल्ड क्लास इंफ्रास्ट्रक्चर मिले, उसके लिए 5 प्रोजेक्ट एक साथ चल रहे. हाई स्पीड कॉरपोरेशन का ट्रेनिंग इंस्टीट्यूट बना है, वो भी गतिशक्ति में मर्ज हो जाए. ऐसा कैंपस बनाएंगे कि जो कैंपस आने वाले कई वर्षों तक के लिए हमारे छात्रों का रिक्वायरमेंट पूरा करे. कि आने वाले 5 वर्षों के अंदर अंदर गतिशक्ति विश्वविद्यालय किसी भी रैंकिंग में टॉप 10 में आएगा. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് ഉത്തർപ്രദേശിലെ കാൺപൂരിലെത്തും. ജയ്പൂരിയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി അദ്ദേഹം പങ്കെടുക്കും. IIT കാൺപൂർ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. 2047 വികസിത ഇന്ത്യയുടെ നാഴികക്കല്ലിലെത്താനുള്ള വളർച്ചയുടെ എഞ്ചിൻ സ്ത്രീകളായിരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബീഹാറിലെ മധുബനി ജില്ലയിൽ നടന്ന വായ്പാ വിതരണ പരിപാടിയിൽ ഉപഭോക്താക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ചടങ്ങിൽ 50,000-ലധികം ഗുണഭോക്താക്കൾക്ക് 1,121 കോടി രൂപയുടെ വായ്പകൾ വിതരണം ചെയ്തു. PM സ്വനിധി, PM വിശ്വകർമ്മ, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നീ പദ്ധതികൾക്ക് കീഴിലുള്ള വായ്പകളും ഇതിൽ ഉൾപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 5-ന് നടക്കും. മുംബൈ ആസാദ് മൈതാനത്തിലാണ് ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് BJP മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. BJP, ശിവസേന, ഷിൻഡെ വിഭാഗം, NCP, അജിത് പവാർ വിഭാഗം എന്നീ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന മഹായുതി സഖ്യം ആകെയുള്ള 288 സീറ്റിൽ 230 നേടിയാണ് അധികാരത്തിലെത്തിയത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. എറണാകുളം സൌത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ആക്രി ഗോഡൌണിൽ വൻ തീപിടുത്തം. അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. ഗോഡൌണിലെ പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്നാണ് വിവരം. തീപിടുത്തത്തിൽ ഗോഡൌൺ പൂർണ്ണമായി കത്തിനശിച്ചു. തുടർന്ന് അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഗോഡൌണിലുണ്ടായിരുന്ന തൊഴിലാളികളെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. അതേസമയം നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലിലും ഇന്നലെ തീപിടുത്തമുണ്ടായി. ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിലുണ്ടായ അഗ്നിബാധയിൽ കാറുകളും ബൈക്കുകളും ഉൾപ്പെടെ കത്തിനശിച്ചതായാണ് റിപ്പോർട്ട്. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സിനെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക ലക്ഷ്യത്തോടെയാണ് ഇന്ന് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. HIV-ക്കെതിരായി ഒരുമിച്ച് പോരാടാനും HIV ബാധിതർക്ക് പിന്തുണ നൽകാനും ഈ ദിനം അവസരമൊരുക്കുന്നു. അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം. അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സ പ്രോത്സാഹിപ്പിക്കുക, HIV ബാധിതരോടുള്ള വിവേചനം ഇല്ലാതാക്കുക എന്നിവയിലൂന്നിയാകും ഈ വർഷത്തെ ബോധവൽക്കരണം നടത്തുക. എയ്ഡ്സ് ദിനാചരണം മധ്യപ്രദേശിലെ ഇൻഡോറിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ പ്രമേയഗാനം ഇന്ന് പുറത്തിറക്കും. 2030 എയ്ഡ്സിനെ ഉന്മൂലനം ചെയ്യുക എന്ന ആഗോള ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളെ ഈ ദിനാചരണം പ്രോത്സാഹിപ്പിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടുന്നതായി ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ലഹരി സിറിഞ്ച് ഉപയോഗിക്കുന്നവരിലും എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ വർഷം 26 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ വർഷം ഇതുവരെയുള്ള കണക്കനുസരിച്ച് 31 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലൈംഗിക തൊഴിലാളികളിലും ട്രാൻസ്ജെൻഡറുകളിലുമാണ് രോഗം കൂടുതലായി കണ്ടെത്തിയതെങ്കിലും ലഹരി സിറിഞ്ച് ഉപയോഗിക്കുന്നവരിലും എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ജില്ലയിൽ എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഡിസംബർ 2 ഇലന്തൂരിൽ റാലിയും സമ്മേളനവും നടക്കും. രാവിലെ 8:30 കാരൂർ പള്ളി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി ഇലന്തൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സമാപിക്കും. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന സെയ്ദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും ഇന്നിറങ്ങും. ചൈനയുടെ വു ലുവോയുവാണ് സിന്ധുവിന്റെ എതിരാളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ സിംഗപ്പൂരിന്റെ ജിയ ഹെങ് ജസൻ തെയാണ് ലക്ഷ്യ സെന്നിന്റെ എതിരാളി. ഒമാൻ തലസ്ഥാനമായ മാസ്കറ്റിൽ നടക്കുന്ന പുരുഷന്മാരുടെ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ മറുപടിയില്ലാത്ത 16 ഗോളുകൾക്ക് ചൈനീസ് തായ്പേയെ തകർത്തു. ദിൽരാജ് സിംഗ് 4 ഗോൾ നേടി. റോസൻ കുജൂർ ഹാട്രിക്കും നേടി. പകുതി സമയത്ത് ഇന്ത്യ 5-0 മുന്നിലായിരുന്നു. പൂൾ എയിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ കൊറിയയെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FCക്കെതിരെ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന് ജയം. ഏകപക്ഷീയമായ 1 ഗോളിനായിരുന്നു മോഹൻ ബഗാന്റെ ജയം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗവേഷകൻ ഡോക്ടർ പൃഥ്വീന്ദ്ര മുഖർജിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ബഹുമുഖ പ്രതിഭയായിരുന്നു പൃഥ്വീന്ദ്ര മുഖർജിയെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. ബൌദ്ധിക ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനും രാഷ്ട്ര നിർമ്മാണത്തിന് സംഭാവന നൽകാനും യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇന്ന് ആഗോള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന ശക്തിയായി വളർന്നു. ആഗോളതലത്തിൽ രാജ്യത്തിന് അവിശ്വസനീയമായ സ്ഥാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 21ാം നൂറ്റാണ്ടിൽ രാജ്യം എല്ലാ മേഖലയിലും പുതിയ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് ജനാധിപത്യത്തിന്റെ കരുത്താണെന്നും സ്പീക്കർ ഫരീദാബാദിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ നടക്കുന്ന സംസ്ഥാന DGPമാരുടെയും IG-മാരുടെയും വാർഷിക പോലീസ് സമ്മേളനം ഇന്ന് സമാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. ഫെഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് പുതുച്ചേരി തീരം കടന്നു. റോഡ്, റെയിൽ, വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. കാര്യമായ നാശനഷ്ടമില്ലെന്ന് റിപ്പോർട്ട്. യുവജനങ്ങൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ലക്ഷ്യമിട്ട് വ്യാവസായിക ആവശ്യകത കണക്കിലെടുത്തുള്ള വിദ്യാഭ്യാസമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സ് ദിനാചരണം മധ്യപ്രദേശിലെ ഇൻഡോറിൽ കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം സൌത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ആളപായമില്ല. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന സെയ്ദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.